ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നാണ് ചെറിയ പെരുന്നാൾ. ആദ്യം തന്നെ ഏവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഗായ്സ്, അങ്ങനെ ഞാനിവിടെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ ഉമ്മ പായസം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് എനിക്ക് ചായക്ക് കടിയായിട്ട് ന്യൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ന്യൂഡിൽസ് ഇപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടേ ഉള്ളൂ. അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് പായസം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാക്കണ് നമുക്ക് ചായക്ക് കടിയായിട്ട് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നൂഡിൽസ് ആണെങ്കിൽ ഞാനിതാക്കണ് ഇപ്പോൾ ടേബിൾമ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ് നല്ല ചൂടിലെ നൂഡിൽസ് ഇതാക്കണ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പല്ലിന് കമ്പിയിട്ടത് കൊണ്ട് തന്നെ ചൂടധികം പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ് നൂഡിൽസ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂഡിൽസ് കഴിക്കുമ്പോൾ ചൂടിൽ കഴിക്കുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ എൻ്റെ മുഖത്ത് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നമ്മളെ നൂഡിൽസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം കഴിച്ച് കഴിയാറായിട്ടുണ്ട്. നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. എന്റെ നൂഡിൽസ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഗായ്സ്, അങ്ങനെ എന്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ കുളിക്കാനൊക്കെ പോയി. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ബ്ലാക്ക് പാൻറ്റാണ്, അതുപോലെ ഈ ഒരു കളറ് ഷർട്ടും. അപ്പോൾ ഇനി ഞാനിപ്പോൾ പള്ളി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പള്ളി പോയൊക്കെ വന്നിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ നമ്മളെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇതാക്കണ എല്ലാവരും നല്ല സംസാരത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇതാക്കണ കസാര വെച്ചിട്ടുണ്ട്. കസാര ഇങ്ങനെ വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കസാല സെറ്റാക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഇതാക്കണ് എല്ലാവരും നല്ല സംസാരത്തിലാണ്. കാരണം എപ്പോഴെങ്കിലും ഒക്കെ കാണുള്ളൂ കേട്ടോ. ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോഴേ എല്ലാവരും കാണുള്ളൂ കേട്ടോ. ഗായ്സ്, അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നു. അപ്പോൾ ഇനി നമ്മൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉമ്മ നല്ല ചൂടുള്ള പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിച്ചണിൽ. അപ്പോൾ നമുക്ക് നേരെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനു വേണ്ടി ഞാനിതാക്കണ് പായസം നേരെ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് എനിക്കും ഒരു ഗ്ലാസ് അനിയനും. അങ്ങനെ ഞങ്ങൾ ഇതാക്കണിപ്പോൾ അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ പെരുന്നാൾക്കും വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതാക്കണ് ഞാൻ നല്ല ഇളം ചൂടിൽ ഇങ്ങനെ പായസം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പായസം കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ ഫുഡിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാക്കണ ഫുഡ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിന്ന് ബീഫ് മന്തിയാണ് കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മാൻ്റെ കാക്കാൻ്റെയും അതുപോലെ അനിയൻ്റെയും മക്കൾ വന്നത് കേട്ടോ. രണ്ട് കുട്ടികളുള്ള കേട്ടോ. അങ്ങനെ അവരോട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നീട് അവരിതാക്കണിപ്പോൾ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പം ഇതാക്കണ് അവരിങ്ങനെ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ നേരെ ഇനി ഉമ്മാൻ്റെ താത്താൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ ഇതാക്കണിപ്പോൾ പോയിട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഇതാക്കണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഫുഡ് ഇതാക്കണ് ഞാൻ അങ്ങനെ ടേബിൾമ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വെക്കണം. അങ്ങനെ ഇതാക്കണ് ബീഫ് ഇതാ ഒരു സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാത്രത്തിലേക്ക് ഇതാക്കണ് ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബീഫും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതാക്കണ് ഇവിടെ നമുക്ക് ചിക്കനും ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്. അതുപോലെ ഇവിടെ ഇതാക്കണ് സൈഡിലായിട്ട് മയോണൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ മാത്രമുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാൻ. വീട്ടുകാരൊക്കെ നേരത്തെ കഴിച്ചതാണ്. അപ്പോൾ ഞാനിത് തമ്പുനയിലിന് വേണ്ടിയിട്ട് ഫോട്ടോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ ഇപ്പം ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് മന്തി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ കൂടുതൽ ബീഫാണ് കേട്ടോ എല്ലാവർക്കും പറ്റുക. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബീഫ് മന്തി വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിതാക്കണ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. ഇപ്പോൾ അതാക്കണ് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം മൊബൈൽ മേലൊക്കെ കളിച്ചിരുന്ന്. ഇപ്പോൾ അതാക്കണ് വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നമ്മൾ നേരെ ഇനി ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടുകാരെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ്. അനിയൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ തറവാട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. തറവാട്ടിൽ വന്നപ്പോൾ ഉമ്മാൻ്റെ അനിയനും വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാക്കണ ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. വീട്ടുകാരൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കാറൊക്കെ പാർക്ക് ചെയ്ത് കണ്ട് ഇപ്പം ഇതാക്കണ വീടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും നല്ല സംസാരത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ ഇവിടെ ഓഫീസ് റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാക്കണ കുട്ടികളെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വെറുതെ ഒന്ന് കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് നല്ല പഴഞ്ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരുത്തർ എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ചക്ക എടുത്ത് കഴിച്ചോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു ചക്കച്ചോളം ഇങ്ങനെ എടുത്തു. ചക്കച്ചോളം നല്ല മുറിഞ്ഞിട്ടാണ് പോരുന്നത് കേട്ടോ. ഇവിടെ ഫുഡ് വെച്ചിട്ടുള്ളത് ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഞങ്ങൾ നേരെ ഉമ്മാൻ്റെ അനിയന്മാരെയും ഏട്ടന്മാരെയും വീട്ടിലേക്ക് പോവാണ്. ഇത് മൂന്നാമത്തെ അനിയൻ്റെ വീടാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നേരെ കാക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ, ഉമ്മാൻ്റെ കാക്കാൻ്റെ വീട്ടിലേക്ക്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ട്, അവരുടെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ് ഇവിടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഹാളിൽ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. കാരണം അവർ നല്ല സംസാരത്തിലാണ്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാനും അനിയനും ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് അനിയനും ഉണ്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. പിന്നെ നേരെ വെള്ളം കുടിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് വിളിച്ചിട്ടോ. അങ്ങനെ നമുക്ക് ഇതാക്കണ് ഇവിടെ നല്ല തണ്ണിമത്തൻ്റെ ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതാക്കണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിക്കാണ്ട് ഐസ്ക്രീം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഹോം മെയ്ഡാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടുന്ന് യാത്ര പറഞ്ഞ് ഇപ്പോൾ ഇതാക്കണ് തറവാട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നേരെ തൊട്ടടിയിൽ തന്നെയാണ് കേട്ടോ തറവാട്. അങ്ങനെ തറവാട്ടിലെത്തിയപ്പോൾ ഇവിടെ ഇതാക്കണ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടേബിൾമേ ബിരിയാണിയും അതുപോലെ ചിക്കനൊക്കെ ഇതാക്കണ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാക്കണ് പാത്രത്തിലേക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് എടുത്തു. അതുപോലെ ഇപ്പോൾ ഇതാക്കണ് ചിക്കൻ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഇടലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതാക്കണി ഞാൻ പതുക്കെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാക്കണ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സൈഡിൽ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിതാ പതുക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയിനി, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞാനിതാക്കണ് ഇപ്പോൾ കാറിൽ വീട്ടുകാരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല, തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇതാക്കണ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു ചെറിയ പെരുന്നാളിൻ്റെ വ്ലോഗ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി എന്നല്ലാതെ വേറെ എവിടേക്കും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.